ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. പാലക്കാട്ട് RSS പരിപാടിയിൽ അജിത് കുമാർ പങ്കെടുത്തെന്ന വിവരം ലഭിച്ചു. തൃശൂർ പൂരം കലക്കി സർക്കാരിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് ADGP ചെയ്തതെന്നും PV അൻവർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പാലക്കാട് ഒരു RSSന്റെ ഒരു വലിയ വളരെ വേണ്ടപ്പെട്ടവരുടെ ഒരു യോഗത്തിൽ ഈ പറയുന്ന MR അജിത് കുമാർ പങ്കെടുത്തു, അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്ന ഒരു വിവരം എൻ്റെ അടുത്തുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് പോലീസിൽ നിന്ന് എനിക്കത് എന്നോടത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വസ്തുത കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ ഞാൻ അറിയിക്കും. ADGP തൃശ്ശൂർ പൂരം അന്വേഷിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം തന്നെയല്ലേ അതിലെ കള്ളൻ, കാട്ടുകള്ളൻ. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കടക്കൽ കത്തിവെക്കുകയാണ് തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് ഈ ADGP ചെയ്തത്. അതിലെന്താ തർക്കം? അല്ല, ഇപ്പോൾ സ്പർജൻ കുമാർ എങ്ങനെ അദ്ദേഹം ഒരു റിപ്പോർട്ട് ഇദ്ദേഹത്തിനെതിരെ കൊടുക്കുക? ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുക്കാനുള്ള ശേഷി ബഹുമാനപ്പെട്ട സ്പർജൻ കുമാറിന് ഇല്ല എന്ന് എനിക്കറിയാം. പാറമേക്കാവിൽ RSS നേതാവുമായി ADGP കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷവും ആരോപിച്ചു. BJPയെ ജയിപ്പിക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് കലക്കിയെന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു. അപ്പോൾ എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിൻ്റെ? തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി. ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിൻ്റെ മീതെയുള്ള ഉദ്യോഗസ്ഥൻ ഈ ADGP അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തേ ഇടപെട്ടില്ല? തൃശ്ശൂർ പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി അതിന് TV പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് TV പ്രസാദ്. ഇപ്പോൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ PV അൻവർ MLAയും ഒരേ സ്വരത്തിൽ പറയുന്നു, CPI കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നു, ഈ ആരോപണ മുനകളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് ADGP MR അജിത് കുമാറിലേക്കാണ്, അദ്ദേഹത്തിന്റെ RSS ബന്ധത്തിലേക്കാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്? സുജിയ, ഇന്ന് രാവിലെ ഗുരുതരമായ ആരോപണമാണ് VD സതീശൻ ഉന്നയിച്ചത്. VD സതീശൻ പ്രധാനമായും ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ADGP MR അജിത് കുമാർ RSSന്റെ ജനറൽ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറിയെ കാണുന്നതിന് വേണ്ടി പോയത്. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല എങ്കിൽ എന്തുകൊണ്ടെന്ന് സർക്കാർ വിശദീകരിക്കണം. ഔദ്യോഗിക കാറ് അവിടുത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ മാറ്റിവെച്ചതിന് ശേഷം ഒരു സ്വകാര്യ കാറിലായിരുന്നു പോയത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി എന്ന് മാത്രമല്ല സുജിയ, അതിനുശേഷമാണ് VD സതീശൻ ഒന്നുകൂടി കടുപ്പിച്ച് പറഞ്ഞത്. അതായത് കരുവന്നൂരിലെ ED അന്വേഷണം എവിടെ പോയി? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ SFIO അന്വേഷണം എവിടെ പോയി? പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് CPM-ഉം BJPയും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം, അതിൻ്റെ ഇടനിലക്കാരനായി MR അജിത് കുമാർ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് VD സതീശൻ്റെ ആരോപണം ഉണ്ടായിരുന്നത്. മാത്രമല്ല പല ഭാഗങ്ങളും VD സതീശൻ പരാമർശിച്ചു പോകുന്നു. MR അജിത് കുമാർ എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെയും P ശശിയെയും പുറത്താക്കാൻ പിണറായി വിജയന് കഴിയാത്തത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. RSSുമായുള്ള ഈ ബന്ധത്തിന് ശേഷമാണ് കുറച്ചുകൂടി അടുക്കുന്നത്. അതായത് അതിൻ്റെ ഭാഗമായി കരുവന്നൂർ കേസ് ഇല്ലാതാകുന്നു, SFIO ഇല്ലാതാകുന്നു. ചുരുക്കത്തിൽ തൃശ്ശൂർ പൂരം കലക്കിയതോടുകൂടി സർക്കാരിന് കിട്ടേണ്ടത് കിട്ടി എന്ന നിലയിലാണ് VD സതീശൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. സുജയ. ഓക്കെ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.